വോട്ടെടുപ്പ് കഴിഞ്ഞു, 4 ദിവസമായി. പക്ഷേ ഇപ്പോഴും എത്രയാണ് വോട്ടിങ്ങിൻ്റെ അന്തിമ കണക്ക്, പോളിംഗ് എത്രയാണ്, കൃത്യമായ കണക്ക് ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധമുണ്ട്. പോളിംഗ് ശതമാനം പരസ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്ത് നൽകി. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പുറത്തുവിടണമെന്നും നടപടികൾ സുതാര്യമാക്കണമെന്നുമാണ് ആവശ്യം. റോഷിപ്പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപ്പാൽ, വെരി ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 ദിവസമായി. സർവീസ് വോട്ട്, പോസ്റ്റൽ വോട്ട്, ഒപ്പം തന്നെ കൃത്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചെയ്ത വോട്ട്, പിന്നെ വീട്ടിലെ വോട്ട്, ഇത്രയും വോട്ടുകളുടെ കാര്യങ്ങൾ സമാഹരിക്കാൻ ഇത്രയും ദിവസം പോരെ? എന്നിട്ടും എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ കണക്ക് പുറത്തുവിടാത്തത്? ചില സംശയങ്ങൾ ചില ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. എന്താണ് വൈകുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്? റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു വിശദീകരണം നൽകുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ട് പിറ്റേന്ന് അല്ലെങ്കിൽ അതിനപ്പുറത്ത് ദിവസം നീളില്ല ഈ കൃത്യമായ കണക്ക് ഔദ്യോഗികമായി പുറത്തുവിടാൻ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് മുഖ്യ ഓഫീസ് പറഞ്ഞത്. പക്ഷേ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു കണക്കുമില്ല. ബൂത്ത് അടിസ്ഥാനത്തിൽ എത്രത്തോളം വോട്ട് വന്നു എന്നടക്കമുള്ള കണക്കുകളില്ല. എത്ര പേർ വോട്ട് ചെയ്തു എന്നടക്കമുള്ള വിശദമായ കണക്കുകൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് ഇത്തരമൊരു കത്ത് UDF മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം. സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ 1-2 ദിവസത്തിനകം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ശതമാനവും ഓരോ ബൂത്തിലെയും വോട്ടിങ്ങിന്റെ കണക്ക് ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. പക്ഷേ ഈ തവണ അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ആ ഒരു കാരണത്താലാണ് ചില സംശയങ്ങൾ പല കോണുകളിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഉയരുകയും അത് പരാതിയാകുന്ന സാഹചര്യത്തിൽ UDFന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്ത് എഴുതി സുതാര്യമാക്കണം തെരഞ്ഞെടുപ്പ് നടപടികൾ, എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ, വോട്ടിന്റെ കണക്കുകൾ, പോസ്റ്റൽ വോട്ട് ഉൾപ്പെടെ വീട്ടിലെ വോട്ട് ഉൾപ്പെടെയുള്ള എത്രത്തോളം വോട്ടുകൾ ചെയ്തു എന്നതടക്കം വിശദമായ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സമയം കഴിഞ്ഞു, 4 ദിവസമായി. കണക്കറിയാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. എത്ര പേർ ഏതൊക്കെ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു, കൃത്യമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികം വൈകാതെ പുറത്തുവിടുക എന്നുള്ളതാണ്. കാര്യങ്ങൾക്കൊക്കെ ഒരു സുതാര്യത വേണമല്ലോ.